ഹലോ, അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം സമയത്ത് ഇന്നത്തെ ഡേറ്റ് 4-ാം തീയതി ആട്ടാ. ഇത് 5-ാം തീയതിയാണ് ഈ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് 4-ാം തീയതി, സമയം ഇപ്പം 2:45 ഉണ്ടാവും. ഇന്ന് വർക്കുണ്ട്. അപ്പോൾ പൊന്നും കാത്തും അത് അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കും. കാത്തുവിന് തീരെ വയ്യാത്തതാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജലദോഷവും കാര്യങ്ങളും എനിക്കുണ്ട്. അപ്പോൾ രണ്ടാൾക്കും സൈഡായിരിക്കുകയാണ്, 3 ആളും സൈഡായിട്ടിരിക്കുകയാണ് കേട്ടോ. പൊന്നുവിനായാലും കാത്തുവിനായാലും എനിക്കായാലും തീരെ വയ്യ. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് എന്തായാലും വർക്ക് മുഖ്യം പിക്കില്ലേ പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ കുറച്ച് കലാപരിപാടികൾ ഉണ്ട്. അപ്പോൾ വെള്ളം വയ്ക്കുക, ചൂടാക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ട് ഇനി പൊന്നുവിനെ വിളിക്കുള്ളൂ. കാത്തുവിനെ നമ്മൾ ഇന്നലെ തന്നെ കുളിപ്പിച്ച് സെറ്റാക്കി ഡ്രസ്സ് മാറ്റിയിട്ടാട്ടൊക്കെ എടുത്ത് ഇനി കുളിപ്പിക്കുന്നില്ല. കാരണം മേൽ മാത്രമാണ് അവൾക്ക്. അല്ലെങ്കിൽ ഇനി ഈ രാവിലെ എഴുന്നേൽപ്പിച്ച് അവളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും, അലമ്പാവും അവൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വർക്കും കാര്യങ്ങളും ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഒരു പിടുത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. പൊന്നും കാത്തും ഇവിടെ നല്ല ഉറക്കമാണ്, ശല്യം ചെയ്യണില്ല. അവരുറങ്ങിക്കോട്ടെ, എന്നാലാണ് നമ്മുടെ പരിപാടികൾ. കാത്തു എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ കലമ്പാവും കേട്ടോ. അവൾക്ക് വയ്യാത്താനും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ പുറത്തേക്ക് പോവാം. പുറത്തേക്ക് ഞാൻ നേരത്തെ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു കേട്ടോ. പിന്നെ അവിടെ കുഞ്ഞൻ അവിടെ ഫോൺ വിളിയിലാണ്, അവളവിടെ വിളിച്ചോട്ടെ. നമ്മുടെ അക്കുറത്തിൽ മീനും കാര്യങ്ങളൊക്കെ നോക്കി, കുഴപ്പമില്ല, ചത്തിട്ടൊന്നുമില്ല ഒന്നും. ഓക്കെ, അവിടെ അലാറം അടിക്കുന്നുണ്ട്. അലാറം. ഈ അലാറത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പൊന്നു അലാറം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പൊന്നുവിൻ്റെ അലാറം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യോ, കാണിച്ചു തരാം, ഒരു മിനിറ്റ്. അലാറം എടുക്കുക, ഇതാ 2:50 ഓഫ്. 3:30 വരെ അവൾ അലാറം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്തിട്ട് ഇനി വെള്ളം ചൂടാക്കാൻ പോട്ടെ. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കാത്തുന് വാങ്ങാനുള്ള ആപ്പിളും കാര്യങ്ങളൊക്കെ ഇന്നലെ വാങ്ങിച്ചതാട്ടെ. അപ്പോൾ അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. പല്ലേക്കണ്ട ആണല്ലോ. അപ്പം ലൈറ്റൊക്കെ ഓഫ് ചെയ്യാം. ഈ നല്ല രസമുണ്ടല്ലേ ഇപ്പോൾ ഇതിൽ കാണാൻ. അടിപൊളിയായിട്ട് ഗ്ലാസ്സൊക്കെ വൃത്തിയാക്കാനുണ്ട്. കാരണം ഗ്ലാസ്സിലൊക്കെ ചളി. ഇപ്പോഴാണ് മനസ്സിലാവണത് ചളിയുടെ അവസ്ഥ. വാട്ട് ഐഡിയ സർജി. അപ്പം നമുക്ക് നേരെ അടുക്കളയ്ക്ക് പോകാം. ഇങ്ങനെയാണ് നല്ല രസമുണ്ടല്ലേ കാണാൻ. ലൈറ്റ് ഓഫ് ചെയ്താലോ. അപ്പം നേരെ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ അടുക്കളയിൽ ലൈറ്റ് നമ്മൾ ഇടണം. അയ്യോ, ഇതല്ലല്ലോ, ഇതന്നെ. ഇതന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ. യെസ്. അപ്പം നമുക്ക് ചൂടുവെള്ളം വയ്ക്കാം. എൻ്റെ മൂക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കാപ്പി വെച്ചാലോ. ഒരു കട്ടൻ അടിച്ചിട്ടാണ് അതിന് ബാക്കിയുള്ള വിശേഷം. ഞാൻ വെള്ളം എടുത്തോട്ടെ. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇതവിടെ വെക്കട്ടെ. എനിക്ക് അങ്ങനെ അടി കൂടെ കത്തിക്കാൻ ഇഷ്ടമില്ല. ഞാൻ ഇങ്ങനെ കത്തിക്കുന്ന ആളാണ്. പണ്ടാർ ചൂടായിപ്പല്ലോ. നേരെ വെള്ളം വയ്ക്കുക. വെള്ളത്തിന് മണി അതാവട്ടെ. അപ്പോൾ നമുക്ക് പൊടി കുഴപ്പമില്ല, പൊടി കൂട്ടിയിരിക്കട്ടെ. അപ്പം ഞാൻ ചായ ഉണ്ടാക്കട്ടെ ഏട്ടാ. അപ്പോൾ ഏട്ടൻ ലെമൺ ടീ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ. അവൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ചായ എന്താണ് ലെമൺ ടീ. അത് അവൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും കേട്ടോ. അപ്പോൾ വർക്കിന് മിക്ക ദിവസവും ഞാൻ നിൽക്കേണ്ട മുന്നേ അവൻ ലെമൺ ടീ ഉണ്ടാക്കി കുടിക്കും. ബാക്കിയുള്ള വല്ല ഫുഡാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനത്തെ ഇഷ്ടമല്ലാണെങ്കിൽ അവ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കുടിക്കാനും വയറിന് സുഖമില്ലെങ്കിലൊക്കെ അവ ആദ്യം ലെമൺ ടീ ആട്ടോ ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. ഞാൻ കുടിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ടായിരുന്നില്ല അന്ന്. ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പോൾ വെട്ടിത്തിളച്ചുകൊണ്ട് നമ്മുടെ പരിപാടി ആയിട്ട്. അപ്പോൾ അത് നല്ല ഓഫ് ചെയ്യാം. ചൂടാറട്ടെ കേട്ടോ. ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഈ കട്ടിംഗ് ബോർഡ് ഇപ്പോൾ എന്തിനാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് വേറെ ഒന്നിനല്ല. നേരെ വരിക, ഇതൊന്ന്
2 ആപ്പിൾ എടുക്കുക, 2 മതി. എന്നിട്ട് നേരെ വാഷ് ചെയ്യാം. പൊന്നെ ചന്ന പിന്നെ ആയില്ലോ. പിന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കട്ടെ കേട്ടോ. ഓക്കെ. മോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്പിൾ കരിഞ്ഞെങ്കിലും അവൾ കഴിച്ചില്ല. അവൾ കുറച്ച് കഴിച്ചുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങളെ വായിൽ വെച്ചെന്നു അവള്. ഇത് അവള് കഴിച്ചിട്ടില്ല കേട്ടോ. ആപ്പിള് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കുള്ള ലെമൺ ടീ. ഇത് ഉപ്പിലിട്ട് വരുന്നല്ലേ, അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാലേ അമ്മ പറഞ്ഞിട്ട് കറക്കുന്നു. അത് കാരണമാണ് ഉപ്പിലിട്ട് വെച്ചത്. നോക്കി നോക്കട്ടെ എന്താ അവസ്ഥ. അപ്പം ഞാൻ ഇനി ചൂടുവെള്ളം വെച്ചിട്ട് പൊന്നുവിനെ വിളിക്കട്ടെ, ബാക്കി കാണാം. എന്തേ ഗുഡ് മോർണിംഗ്, എഴുന്നേക്ക്. ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്കുള്ള ലെമൺ ടീ. നിനക്ക് കാപ്പി വേണം? ചെറിയൊന്ന് എന്നാൽ എഴുന്നേക്ക്. കുഞ്ഞ് കുളിക്കാൻ പോയിട്ടുണ്ട്. കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല, പേടിക്കാനില്ല. അപ്പോൾ കുഞ്ഞ് പല്ലേച്ച് കുളിക്കാൻ പോകുന്നുണ്ട്. നീ എഴുന്നേക്ക്, പല്ലേക്ക്. ഓക്കെ, സെറ്റ്. എഴുന്നേക്ക് വാ. ഓക്കെ ശരി, മനസ്സിലായി. കമ്പടി ചിച്ചക്കടി. അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേക്കാൻ പോവുകയാണ്. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കിടപ്പുമുറി വീഡിയോ എടുക്കില്ലെന്ന്. നമ്മളെ ബെഡ്റൂം ഇത്ര മോശമായ കാര്യമാണോ? ഞങ്ങളെ സംബന്ധിച്ച് അതിൽ മോശമായ ഒരു കാര്യം ഞങ്ങൾ കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബെഡ്റൂം അത്ര മോശമായ കാര്യമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. നമുക്ക് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ റൂമിലിരിക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ്. നമ്മളെ ഫാമിലി ഇങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറയുമ്പോൾ, ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും എല്ലാവരും കൂടി എവിടെയും കൂടി ഇരുന്ന് വർത്തമാനം പറയണേ അമ്മേരെ അച്ഛൻ്റെ റൂമിലായിരിക്കും ഇരുന്ന് വർത്തമാനം പറയാം കേട്ടോ. ഞങ്ങൾക്ക് ബെഡ്റൂം ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ചിലർക്കൊക്കെ അത് പൊട്ടേ ഫീൽ ചെയ്യും, നമുക്കറിയില്ല. അപ്പോൾ അതാ ഞാൻ അതിനെ എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കണം. അതിൻ്റെ ഇടയിൽ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു, വന്ന് പല്ലൊക്കെ തേക്കണ്ട. അതിൻ്റെ ഇടയിൽ ഏട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കലും പരിപാടിയൊക്കെ കേട്ടാ. അപ്പം അതിൻ്റെ ഇടയിൽ സേട്ട് എനിക്കൊരു ഉമ്മ വന്നിട്ട് പോയതാണ് കണ്ടത്. അങ്ങനെ ഇടയ്ക്ക് ഇതേപോലെ സ്നേഹം കൂടി ഉമ്മയൊക്കെ തരാൻ തോന്നും കേട്ടോ. ഇതിന് ഇടയ്ക്കുള്ള പരിപാടിയാണ്. ഞാനിങ്ങനെ വല്ല ഉറക്ക ക്ഷീണത്തിലോ അങ്ങനെ വല്ല മൂഡ് ഓഫ് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അവർ ഉമ്മയൊക്കെ വന്ന് എന്നെ കൂളാക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ പിന്നെ എൻ്റെ മുടിയൊക്കെ ഏരി ചിക്കോർത്തിട്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു തല കുളിക്കണ്ട, ഒരു 3:30 ടൈമല്ലേ, തല കുളിക്കാനൊന്നും നിൽക്കണ്ട, വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് കുളിച്ച് നല്ല ഐശ്വര്യമായിട്ട് പോകുന്നു. എനിക്ക് വർക്കിന് പോകുമ്പോൾ എപ്പോഴും കുളിച്ച് നല്ല ഭംഗിയിൽ വേണം പോകട്ടോ. എനിക്കത് ഭയങ്കര നിർബന്ധമുള്ള കേസാണ്. കാരണം അവർ നമ്മളടുത്തേക്കുമ്പോൾ നമ്മളെ പൊട്ടമാണോ കാര്യങ്ങളൊന്നും തോന്നാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടൻ വന്ന് പല്ലിച്ച് അവൻ ചായ കുടിച്ചതിൻ്റെ ശേഷം അവൻ പല്ലേക്കുന്നത്. അവൻ്റെ ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞു. എന്നിട്ടാണ് പല്ലേക്ക് ഓർത്തിട്ട് വന്നതാണ്, എന്താണെന്നറിയില്ല. എന്നിട്ടാണ് അവൻ പല്ലേക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കുഞ്ഞൻ കുളിക്കാൻ പോയിട്ട് കുഞ്ഞിൻ്റെ കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് ഞാൻ കുളിക്കും. കാത്തിട്ട് ഞാൻ ഈ നേരത്ത് കുളിപ്പിക്കാറില്ല. കാരണം ആൾക്കല്ലെങ്കിലേ നല്ല പനിയായിരുന്നു. നല്ല പനി വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. 4 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും പനിച്ചു തുടങ്ങും. അത്രയും പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ അതുകൊണ്ട് അവളെ ഞാൻ കുളിപ്പിച്ചേന്നില്ല. അടുത്ത ദിവസം കുളിപ്പിച്ചേന്നില്ല എന്ന് പറഞ്ഞ് തീരെ കുളിപ്പിക്കുന്നില്ല എന്നല്ല, വൈകിട്ട് വന്നിട്ട് കുളിപ്പിക്കായിരുന്നു. രാവിലെ ഞാൻ കുളിപ്പിച്ചിരുന്നില്ല. ഇപ്പം സമയം കൃത്യം 3:30. എൻ്റെ പണി കഴിഞ്ഞു. ഇതാണ് എൻ്റെ അവസ്ഥ. എന്താ ഇപ്പുറത്ത് കഴിഞ്ഞെത്തിയിരിക്കുന്നു. ആമ്പോ കിടക്കാച്ചിലൊക്കെ ഉണ്ടല്ലോ പറഞ്ഞ. പിന്നെന്താ, നീ അല്ലേലും സുന്ദരി അല്ലേടേ. സുന്ദരികളിൽ അതിസുന്ദരി നീ. ഞായറാഴ്ച കല്യാണക്കെട്ടിന് പറഞ്ഞ പാട്ടത്. പള്ളിയിലേ കല്യാണക്കെട്ടിന് കെട്ടാൻ നിർത്തിയില്ലേ, അപ്പൊ പറഞ്ഞ പാട്ട. ഇതെന്റെ ചോക്ലേറ്റ് പെർഫ്യൂം യൂട്യൂബ് ബ്രൂട്ടസ്. ഒരു ചോക്ലേറ്റിന്റെ സ്പ്രേ പൊട്ടിച്ചതും പോരായിട്ട് നന്നായി കൂടൂ. സമയം 3:30. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിരിക്കണം. പക്ഷേ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചു കേട്ടാ. എല്ലാം ഇന്നലെ തന്നെ ഞാൻ കയറ്റി വെച്ചു. ഇനി ഈ 3 പ്രോപ്പർട്ടീനും കൂടി കയറ്റി കഴിഞ്ഞാൽ എനിക്കൊന്ന് തേച്ച് തരുമോ? പ്ലിങ്. അതെ, ഞാൻ ഒരു ക്രീമും തേച്ചില്ല കേട്ടാ. അയാമേ മറ്റേതിൽ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ. എന്തിനാടി പൊന്നും കൊടുത്തിന് പൊട്ട്? തേച്ചെന്ന് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. നീ നമ്മള് മുത്തല്ലടി. തേക്കാനുള്ള മടിയൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ യൂസ് ചെയ്യണം. നീ കണ്ടിട്ടുണ്ടാ?
ഇതിനൊന്നും മെനക്കെടാൻ ടൈമില്ല. ഞാൻ എന്തെങ്കിലും ക്രീമോ കാര്യങ്ങളോ തേച്ചായിട്ട് നീ ഇത്ര ഇതായിട്ട് കണ്ടിട്ടുണ്ടായി. ഞാൻ ഇതിൽ കണ്ടേ അമ്മീ ഞാനാട്ടോ അവൻ എന്തെങ്കിലും. പക്ഷേ കല്യാണത്തിന് മുന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോ ഓരോന്നിടത്ത് മുഖത്ത് തേച്ചത് കണ്ടിട്ടുണ്ട്. ഗൾഫിലുള്ളപ്പോൾ എന്തെങ്കിലും പിടിച്ച് തേക്കായിരുന്നു കേട്ടോ. അത് എൻ്റെ റൂമിൽ വൈച്ചായിട്ടുണ്ടായിരുന്നു. അങ്ങേർക്കും ഈ ഒരു അസ്കിതയുള്ള ഞാനും അങ്ങേര് പാർട്ട്ണർഷിപ്പായിരുന്നു. അപ്പോൾ എൻ്റെ പണി കഴിഞ്ഞു പോവാ. പിന്നെ ഇത് കണ്ടിട്ട് പേടിക്കണ്ട കേട്ടാ, ഞാൻ ഇത് കുറയ്ക്കും. ഇത് രാരീരം രാരു പോവാ. ആർക്കും പേടിയല്ല അങ്ങനെ കണ്ടിട്ട് ഇതാവണ്ട. അപ്പം യെസ്, അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്തീ മുടി ഇങ്ങനെ നിൽക്കാത്ത? എനിക്ക് ആഗ്രഹിച്ച പോലെ മുടി നിൽക്കില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ എനിക്ക് അല്ല എന്നാലൊരു അച്ചടക്കം വേണ്ടോ എന്ത് കാര്യം ചെയ്യാണെങ്കിലും. പോണ്ടേ കുഞ്ഞെത്തിയില്ല. ഞാൻ കാറിൽ കയറട്ടെ എന്നാ? ഞാൻ കാറിൽ കയറട്ടെ? അപ്പൊ ഗംഭീര കച്ചലാവൂലോ പൊന്നോ. 3:30 സമയം 3:30. ഈ പാത്രം എടുക്കണം. ഓക്കെ, മറക്കരുത്. ഇനി കാത്തുമ്മേനെ വിളിച്ച് കുറച്ച് മരുന്ന് കൊടുക്കട്ടെ ഏട്ടാ. 1/2 മണിക്കൂറുണ്ട് കേട്ടോ ഇവിടുന്ന് കറക്റ്റ്. വാടി പെണ്ണെ അപ്പോൾ സ്വത്തേന്നേറ്റെ വണ്ടിയിൽ നിന്ന് കൊടുത്താൽ മതി മരുന്ന്. വായ വന്നടാ. പഠിക്കുന്നുണ്ട് കുഞ്ഞിനെ. ഞാൻ അത് കഴുകി വെച്ചിട്ട് വരാം കേട്ടാ. അപ്പത്തേക്ക് നീ കുഞ്ഞിനെ ആയിട്ട് അറിയിക്കും. ഹലോ, അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. കാത്തുമ്പോൾ പാല് പിടിക്കട്ടെ. അതാ ഞാനിവിടെ അധികം സൂം ചെയ്ത് വീട്ടെടുക്കാത്ത. കുഞ്ഞനവിടെ ഉണ്ട്. കുഞ്ഞനെ കാണാനില്ല. കുഞ്ഞവിടെ ഉണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. കുഞ്ഞൊരു 1/2 മണിക്കൂറൂടെ ഉണ്ട് അങ്ങോട്ട്. നമ്മളവിടെ 1/2 മണിക്കൂർ യാത്രയായിട്ടുള്ളത്. കാത്തുമ്പോൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പില്ല. വെരി നൈസ്. നല്ല കുണ്ട്. ഇപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം കാര്യം കാണാം. അതെ, പനിയുണ്ട്. അപ്പൊ കൊണ്ടുവന്നാലേ വാശി കൂടി ഭയങ്കര വാശിയാ. പൊന്ന പൊന്നു എന്തായി നോക്കിട്ട് എന്താ മനസ്സിലായേ? 4 മണിക്ക് എത്തിയതാ. ഇപ്പൊ സമയം 4:30. കുളിക്കാൻ കയറിയിട്ട് ഇറങ്ങിയിട്ടില്ല അല്ല പന്ന? പോരും ഇപ്പൊ വരും. മറ്റേ ഭർത്താവിന് ഒരുത്തിക്ക് ഉറക്കൂല്ല. കാത്തുമ്മ കാത്തുക ഒങ്ങനല്ലേ പിന്നന് പണി കൊടുക്കാനാ? ചിരിക്ക് നോക്ക്. ദേ ഒന്ന് ദേ പന മൂലയും തപ്പിയിട്ട് മേമായിരുന്നു ഉറങ്ങുണ്ടാവും. മേമയ്ക്ക് ക്ഷീണാണ്. മറ്റേ ഇതിൽ പറഞ്ഞ പോലെ പന്ന ഏതിലായിരുന്നു അശോകന് ക്ഷീണാവാ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ 2-3 ദിവസം മുന്നേ എടുത്താട്ടെ. ഇപ്പോൾ ഈ 3 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഫുൾ വർക്കായിരുന്നു. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഇന്നാണ് ഞങ്ങൾ ഉറങ്ങുന്നത്. 3 ദിവസമായിട്ട് ഉറക്കമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കണം ഇന്നത്തെ ബ്രൈഡായിരുന്നു ഇത്. പിന്നെയുള്ളൊക്കെ പിറ്റേ ദിവസത്തെ ബ്രൈഡുള്ള വീഡിയോസായിട്ട് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇന്ന് എൻഗേജ്മെൻ്റ് ആയിരുന്നു.
അപ്പോൾ ആൾ എൻഗേജ്മെൻറ്റ് ലുക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അധികം വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇയാളെടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള വർക്കുകളിൽ ഒന്നും വീഡിയോസൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കാത്തുമ്പോൾ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ എടുത്ത് ഓരോന്നും മൈൻഡൊക്കെ മാറ്റി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പനിയായി കാരണമാണ് അവൾ കൊണ്ടുവരുന്നത്. പക്ഷെ ആ മുതലെടുത്തിട്ട് അവൾ ഭയങ്കര വാശി പിടിച്ചിട്ട് എൻ്റെ ഒക്കത്ത് കയറാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ ആളുടെ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫേസ് ആയിരുന്നു കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു അയാൾക്ക്. മേക്കപ്പ് ഇല്ലാത്തപ്പോൾ ഭംഗിയുണ്ട്. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സുകൊണ്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നും, നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ അതേപോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആളിന് നല്ല ക്യൂട്ടായിരുന്നു ആളെ കാണാൻ. അപ്പോൾ ആളുടെ നമുക്ക് 2 ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഡ്രസ്സ് മാറുന്നുണ്ടായിരുന്നു. സെക്കൻഡ് വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് അത് മാറ്റുന്ന ലുക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആളെ ഫസ്റ്റ് ലുക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സാധാരണ എൻഗേജ്മെൻറ്റിൻ്റെ അതിൻ്റെ ലുക്കിനെക്കാട്ടും ഒരു വ്യത്യസ്ത ലുക്കായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആളെ കാണാൻ. നല്ല ചെറിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആൾ മേക്കപ്പ് കഴിഞ്ഞ് അപ്പം തന്നെ എന്നോട് പറഞ്ഞു നല്ല ഭംഗിയുണ്ട് മേക്കപ്പ്, ഞാൻ പ്രതീക്ഷിച്ചെങ്ങാട്ട് നന്നായി. മേക്കപ്പ് ചെയ്യുമ്പോൾ ആളൊരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തൊരു അഭിപ്രായം പറയുന്നതെന്ന്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു എനിക്ക് അഞ്ജനേനെ വിശ്വാസം ഉണ്ടായിരുന്നു, അഞ്ജന ആയതുകൊണ്ടാണ് ഞാൻ ഒരു വാക്കും പറയുന്നതെന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇതാണ് ആളുടെ സെക്കൻഡ് ലുക്ക് കേട്ടോ. ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു 10-15 മിനിറ്റ് ഉള്ളിൽ കേട്ടോ നമ്മൾ ആളുടെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഹെയർ സ്റ്റൈലും ചേഞ്ച് ചെയ്തത്. പക്ഷെ ഞാൻ സിനിമാറ്റിക്കിലായിട്ട് എടുത്തത്. അപ്പോൾ അവൾ ഫോക്കസും ഞാൻ ഫോക്കസ് ഔട്ട് ആവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോക്കസ് ഇതാ ഓക്കെ ആയില്ലേ. അപ്പോൾ കുഞ്ഞ് ഉറങ്ങാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. ഇതാ കുഞ്ഞെന്നല്ല ഉറങ്ങിയില്ല, രാത്രി ഉറങ്ങാത്ത ചലഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത്. ചലഞ്ച് വേറൊന്നല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പേടിക്കാനില്ല, അത്ര തന്നെ ഉള്ളൂ. അയ്യോ 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 ലോകമേ. അപ്പൊ കാത്തു ഇതാട്ടാ. കാത്തു എത്ര മണിക്കാടിയോ കാത്തു ഉറങ്ങിണ്ടാവുക? അപ്പോഴാണ് കാത്തു ഉറങ്ങിയത്. അപ്പൊ ഇപ്പൊ ഉറങ്ങി സെറ്റായി ചായയൊക്കെ കുടിച്ച് ആൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. എന്തൊക്കെയോ കറക്റ്റ് ഇട്ടിട്ട് കിടന്നു കുഞ്ഞ, 2 സൈഡത്തും കറക്റ്റ് ഇട്ടോ. ഓക്കെ അപ്പൊ കിടന്നാലോ. അപ്പൊ അങ്ങനെ ഞാൻ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞു. ഇനി സെക്കൻഡിലേക്ക് എത്തി. അത് കുറച്ചേ ടൈം ഉണ്ട്. അപ്പൊ വിശ്രമിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ്. എനിക്കവിടെ വീട്ടിൽ പോയി 1/2 മണിക്കൂറത്തെ ടൈം വേണ്ടോ. പക്ഷെ എന്നാലും ഞങ്ങള് മണ്ടാച്ചന്റെ പുറത്തിട്ടു. അപ്പൊ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങാൻ പറ്റും. ഇവിടുന്ന് 1/2 മണിക്കൂർ വീട്ടിലേക്ക് യാത്ര, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള 1/2 മണിക്കൂർ യാത്ര. അന്നും ടൈമിലേക്ക് വരാൻ പറ്റില്ല, കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ ഉറക്കം മൊത്തത്തിൽ പോകും. ഇവിടെ കിടന്നുറങ്ങാൻ വെച്ചു. അപ്പൊ മണ്ടാച്ച സ്റ്റേജിന്റെ നേരെ ഓപ്പോസിറ്റ് കാറ്റുണ്ട്. അപ്പൊ അവരവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് വഴി നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. മറ്റേ ഗിരിരാജൻ കോഴി അതാ അവിടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാം അല്ലേ. പിന്നെ ഇപ്പോൾ ഈ കാണാവർക്ക് നമ്മൾ പിറ്റേ ദിവസത്തെയായിരുന്നു. അന്ന് നമ്മൾ നേരത്തോടുകൂടി പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിന് മുന്നേ ഒരു സിമ്പിളായിട്ടുള്ളൊരു വെഡിങ് ലുക്ക് ഉണ്ടായിരുന്നു, ടെമ്പിൾ ലുക്ക് ഉണ്ടായിരുന്നു. അത് എൻ്റെ 2ാമത്തെ വർക്കായിരുന്നു കേട്ടോ അത്. അപ്പോൾ ആളെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മൾ കാത്തുമ്മ കരഞ്ഞിട്ട് നമുക്ക് ആളെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ബാക്ക് സൈഡത്തെ അയാളുടെ ഒരു വീഡിയോ എടുത്ത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. വേറെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാത്തുമ്മ ഭയങ്കര വാശിക്കാനും കാത്തുമ്മേനെ എടുത്താവാൻ പോയിട്ടോ. അവനാണ് എനിക്ക് വീഡിയോ എടുത്ത് തരാറ്. അപ്പോൾ അതില്ലാത്ത എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് പിന്നെ നമ്മൾ കൊല്ലത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടത്, ഇപ്പോൾ ഇതിന് മുന്നേ കണ്ടത് ഗുരുവായൂരുള്ള വർക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊല്ലത്തേക്കാണ് വന്നത്. കൊല്ലത്തായിരുന്നു പിന്നത്തെ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായത്. ആൾക്ക് വൈകുന്നേരമായിരുന്നു, 4 മണി തൊട്ടൊക്കെയായിരുന്നു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ആളുടെയും ഈ ഒരു വീഡിയോ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. വേറെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പറഞ്ഞ പോലെ കാത്തുമ്മ വാശിയിട്ട് കാത്തുമ്മനെ കൊണ്ട് വണ്ടിയിൽ പോയിരിക്കുകയായിരുന്നു. പിന്നെ ഇതായിരുന്നു ഇന്നത്തെ ബ്രൈഡ്. ഇതും നമ്മൾ എന്താ പറയുക, കൊല്ലത്ത് നമ്മൾ രാത്രി 1 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തിയത്. 1:30 എത്തിയത്. നമ്മൾ 3 മണിയാകുമ്പോൾ ആളടുത്ത് 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് 4 മണിക്ക് ആളടുത്തേക്ക് മേക്കപ്പിന് ചെന്നിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് 2-3 ആൾക്ക് എയർ ബ്രഷ് ആയിരുന്നു മേക്കപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ശരിക്കും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൂ. ഇയാളെ വീഡിയോ എടുക്കാൻ പറ്റി, കാരണം കാത്തുമ്പോൾ നല്ല ഉറക്കമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം വർക്കിന് വേണ്ടിയിട്ട് ഇന്നായിരുന്നു അവൾ ഫുൾ ടൈം ഉറങ്ങിയത്. വർക്ക് ചെയ്ത് തീരിനായിരിക്കും അവൾ ഉറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ദിവസം പാല് കൊടുക്കേണ്ടി വന്നുള്ളൂ, പക്ഷേ ആൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളെ മേക്കപ്പും നല്ല റിവ്യൂ ആയിരുന്നു. ഞാൻ വീട് എത്തുമ്പോഴേക്കും ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആൾക്ക് നമുക്ക് 3 ലുക്ക് ഉണ്ടായിരുന്നു. 2 ലുക്കിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നമ്മൾ കാത്തുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 ലുക്കിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അല്ലാതെങ്കിൽ നമ്മൾ ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാരി ആയിരുന്നു, 2 സാരി ഉണ്ടായിരുന്നു, അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ആദ്യത്തെ ഈ ഒരു വീഡിയോ മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റിയത്. ബാക്കിയുള്ള എല്ലാ കാമ്പിക്കും കാത്തുമ്പോൾ എഴുന്നേറ്റ് നമുക്ക് വീഡിയോ എടുക്കലൊന്നും നടന്നില്ല. പക്ഷെ എന്തായാലും ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആളെ ഒരു ഫ്രണ്ടാണ് തോന്നുന്നു വന്ന് പറഞ്ഞു, ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ആൾ ഭയങ്കര കംഫർട്ടായിരുന്നു ഇയാളെ മേക്കപ്പിൽ, നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. നമ്മുടെ ലൈഫിൽ എന്താ പറയുക, നമുക്ക് വലിയൊരു ലോട്ടറി അടിച്ച സന്തോഷം തോന്നും നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് അതിന് നല്ലൊരു റിവ്യൂ കേൾക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം കൂടി നിങ്ങൾ പറഞ്ഞോളൂ. എന്തെങ്കിലും കുറച്ച് നെഗറ്റീവൊക്കെ വരെങ്കിലും ഈ ഹെയർ സ്റ്റൈലും ആളെനിക്ക് കാണിച്ചു തന്ന ഹെയർ സ്റ്റൈലായിരുന്നു കേട്ടോ. ആൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ആളെനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നിട്ടാണ് നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്ത്. ഇനി അടുത്ത് ചെയ്തൊരു 5:30 ഇത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഇത് ആൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇയാൾക്ക് ഈ ഹെയർ സ്റ്റൈൽ ചെയ്തത്. പിന്നെ ആളെ ഫോട്ടോയ്ക്ക് ആൾ അയച്ചതാണ്. പിന്നെ ആളെ റിവ്യൂ ഇതായിരുന്നു കേട്ടോ. 3 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കില്ലാത്ത എൻ്റെ കോലം എങ്ങനെയാട്ടോ. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് വണ്ടിയിലൊക്കെ, ഞങ്ങളെ കൊല്ലത്ത് നിന്ന് വരുമ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. കാത്തുമ്മയ്ക്ക് വയ്യ കേട്ടോ. കാത്തുമ്മ ആകെ ക്ഷീണിച്ചു. ഞങ്ങളുടെ ഓട്ടപ്പാച്ചിലായിട്ട് തീരെ ഉറങ്ങാത്തൊരാളെ കാണിച്ചില്ല കേട്ടോ. ആടെ 3 ദിവസത്തെ ഉറങ്ങിയിട്ട് നാളെ ഇനി ഒഴിവുണ്ട്. അപ്പം അതിൻ്റെ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങുക. അവന് തീരെ വയ്യാതെ ആയിട്ട് അവന് കിടക്കെ കണ്ടാൽ മതി എന്നുള്ള അവസ്ഥ. ഞാൻ ലാസ്റ്റ് ഇന്ന് പുലർച്ചെ പോകുമ്പോൾ 1 മണിയാകുമ്പോഴാണ് കൊല്ലത്ത് നിന്ന് വീടെത്തിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 മണിയാകുമ്പോൾ ഏട്ടാ എഴുന്നേക്കുന്നു. ഞങ്ങൾ 1:00 അതിൻ്റെ എത്തുമ്പോൾ തന്നെ കിടക്കുമ്പോൾ എങ്ങനെ 2 മണിക്ക് ആറുണ്ട്. ഏട്ട എഴുന്നേക്കുന്ന പൊന്നേക്കൊന്ന് കാട്ടിൽ കണ്ടാൽ മതി, എനിക്കൊന്ന് കുറച്ചൊരു ഉറങ്ങണം, പൊന്നേക്ക് വയ്യ. കേട്ട് എനിക്ക് സത്യം സങ്കടം വന്നു. പക്ഷെ നമ്മളെ വർക്കാണ്, നമ്മളെ ജീവിതമാർഗ്ഗമാണ്. പിന്നെ ഞാൻ വിളിച്ചാനൊന്ന് ഓക്കെ ആക്കി ഒരു ഉണർവ് വരുത്താണ്. ഉണർവ് തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അങ്ങനെ വന്നു. ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടാ. വർക്ക് കഴിഞ്ഞാൽ റിട്ടേൺ വീടെത്തുമ്പോൾ 2:30 ഉണ്ട്. അപ്പോൾ 2:30 ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്ന് കിടക്കാൻ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു 3 ദിവസം ഞങ്ങൾ കിടക്കാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. ആകെ 10 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെ ഒന്ന് കിടക്കുക. എനിക്ക് തോന്നുന്നു തീരെ യൂസ് ചെയ്യാത്ത കാരണമാണ്. ഇനി വരെ മരുന്ന് പോയിട്ടാണോ കിടക്കുമ്പോൾ ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു പൊന്നെ ഉറുമ്പ് അടിക്കുന്നു പറഞ്ഞിട്ട് അവൻ വേഗം പോയിട്ട് തലോണിന് എടുത്ത് സെറ്റ് ചെയ്യുമ്പോൾ പോയി കിടന്നു. എത്തി ഞാൻ നമ്മുടെ വർത്തമാനം പറയുമ്പോഴേക്കും അവൻ പിന്നെ ഒരു വന്ന് കിടന്നപ്പോൾ ഉറുമ്പ് അടിച്ചപ്പോൾ നേരെ അവൻ സെറ്റ് ചെയ്യുമ്പോൾ വന്ന് കിടന്നു. പിന്നെ ഞാൻ കിടക്കവിലൊക്കെ മാറ്റി അവനെ വിളിച്ചെങ്കിലും അവൻ ഉറക്ക ക്ഷീണം കൊണ്ട് അവന് വരാൻ പറ്റിയില്ല കേട്ടാ. അവിടെ കിടന്നു. ഞാൻ കുറെ വട്ടം വിളിച്ചു, പക്ഷെ ഉറക്ക ക്ഷീണം കൊണ്ട് അവന് വരാൻ പറ്റിയില്ല. കാത്തുമ്പിക്ക് ശീലക്കേടാട്ടാ. കാത്തുന്നെ ആരാ അമ്മയുടെ കുഞ്ഞാ പറഞ്ഞ ഇന്നലത്തെ കൊല്ലത്തെ ഓർക്കേണ്ടി ഞാൻ വരുമ്പോൾ ഞാൻ കരഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കൾക്ക് നേരത്തെ ഫുഡ് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് പാല് മാത്രം, ഫുഡും കൊടുക്കാൻ പറ്റില്ല കുറച്ച് ടൈമില്. അവൾക്കും വയ്യ. അവസാനം എനിക്ക് അവളെ കരച്ചില കണ്ടിട്ട് ഞാൻ പിന്നെ വണ്ടിയിൽ കയറിയപ്പോ അമ്മ ഉണ്ടായിരുന്നു വണ്ടിയിൽ. ഞാൻ അമ്മയോടെ കരഞ്ഞു. അമ്മ ആലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കൊല്ലത്തുനിന്ന് വന്ന അമ്മേനെ ആലപ്പുഴയിൽ നിന്ന് കയറ്റി വെച്ചാൽ അമ്മയോടെ അച്ഛനോട് കരഞ്ഞു കേട്ടാ. എന്റെ കുഞ്ഞിന്റെ ആലോചിച്ചിട്ട് അവളും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത്, മാക്സിമം സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഞങ്ങൾക്ക് പാല് കൊടുത്തിട്ട് ഇനി വീഡിയോ എടുക്കാം പറഞ്ഞു. തന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും കാത്തുമ്മ കരഞ്ഞിട്ട് ഇതാ. അപ്പം നമ്മളെ കാത്തുമ്മനോട് ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഇത്ര ദിവസം ശരിക്കും ഉറക്കം പോലും ഉണ്ടായിട്ടില്ല. അപ്പം അതിൻ്റെ ശീലക്കേടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഉറക്കി കിടത്തിയതാണ്. ഇപ്പോൾ പാല് കൊടുത്ത് അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ അവളെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇടയിലൊക്കെയാണ് അവൾ കരയുമ്പോൾ അവൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ സാധാരണ അവളെ ഞാൻ എടുത്താൽ മാത്രമാണ് അവൾ ഉറങ്ങുള്ളൂ. ഞാൻ പാലും എടുത്താലേ അവൾ ഉറങ്ങുള്ളൂ എന്നുള്ള ആള് വർക്കിന് പോയി കഴിഞ്ഞാൽ അവൾ എടുത്ത് നടന്നാൽ അവൾ ഉറങ്ങും കേട്ടോ. അത് മാക്സിമം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവളെ ഫുഡ് ശരിയല്ല, എന്നാലും പാല് കുടിച്ചിട്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. എന്താ പറയുക, എന്നോട് മുന്നൊരു അമ്മാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മമാരെ എല്ലാ സിറ്റുവേഷൻ വരുമ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മക്കളെന്ന്. സത്യമായിട്ട് എൻ്റെ എല്ലാ സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എൻ്റെ കാത്തുമ്മ. അവൾ കരയുമ്പോഴേക്ക് ചില ഭയങ്കര വിഷമം. ഞാനും കരഞ്ഞിട്ടുണ്ടെങ്കിലും
നമ്മളെ വർക്കാണ്. നമുക്കത് ചെയ്താൽ ഭംഗിപ്പോലെ ഇറക്കിയാലാണ് നമുക്ക് ഇനി വർക്ക് വരുള്ളൂ. അതേപോലെ തന്നെ എന്നാലാണ് ഞങ്ങൾക്ക് ആളെ നോക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം വർക്കിലാണ് ഞാൻ ശ്രദ്ധിക്കാറ്. കൂടുതലും അവളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 3 ദിവസത്തെ വർക്ക് ഇതായിരുന്നു. 3 ദിവസം ഉറങ്ങിയിട്ടില്ല. ഇനി വേണം എനിക്ക് പോയി കിടന്ന് ഉറങ്ങി. ഇപ്പോൾ 2 ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. കാരണം ഈ വർക്കിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനോ വീഡിയോ ഇടാനോ എന്താ വെച്ചാൽ ശരിക്കും ഫുഡ് പോലും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. ഒരു നേരം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുള്ളത്. ഈ 3 ദിവസമായിട്ട് കുഞ്ഞിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനാണ് കാത്തുമ്മേനെ നോക്കാൻ വേണ്ടി വരുന്നത്. പക്ഷേ കാത്തുമ്മ കുഞ്ഞിൻ്റെ അടുത്ത് ഒതുങ്ങിയില്ലെങ്കിൽ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യും, അവൻ കാത്തുമ്മേനെ എടുക്കും. അങ്ങനെയൊക്കെയാണ് കുഞ്ഞിൻ്റെ ഉറക്കം പോയിട്ടുണ്ട്. കുഞ്ഞിനും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും കറക്റ്റ് ടൈമിലേക്ക് വർക്ക് ചെയ്ത് എനിക്ക് ഇവരൊക്കെ ഇറക്കാൻ പറ്റിയത്. ഞാൻ എല്ലാവരും പറഞ്ഞ ടൈമിൽ എനിക്ക് ഇറക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പം ഉറങ്ങാൻ പറ്റാത്ത 3 ദിവസമാണ്. ഇനിയിപ്പോൾ നാളേക്ക് വർക്കില്ല, മറ്റന്ന് നമുക്ക് വർക്കുണ്ട്, മറ്റന്ന് ഇതേപോലെ 2-3 വർക്കുണ്ട്. അപ്പം എന്തായാലും ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ബായ്. പിന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ, ഒരു 3 ദിവസത്തെ വീഡിയോ ഞാൻ ചേർത്തിട്ടാണ് ഒരു വീഡിയോ ആക്കിയത്. കാരണം 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടുമുട്ടി വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഓക്കെ, ബായ്.